ഏതു ജന്മകൽപ്പനയും സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശ് പ്രീതിയെ പ്രപ്പോസ് ചെയ്യാട്ടോ. ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കുവാണെങ്കിൽ താൻ തന്നെ ആയിരിക്കണമെന്നും ജീവിതകാലം മുഴുവൻ ഇണയായും തുണയായും താൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രീതിയോട് ആകാശ് പറയുക കേട്ടോ. ഇത് കേട്ട് നമ്മുടെ ശ്രുതിയും അശ്വിനും ഇങ്ങനെ എട്ടി നിൽക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പ്രീതിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എന്താ ചേച്ചി ഞാൻ ഈ കേൾക്കുന്നത്, ചേച്ചി ഇതിനെക്കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആകാശിനോട് അശ്വിൻ പറയുന്നുണ്ട്, ഇങ്ങനൊരു കുട്ടിയാണ് നിൻ്റെ മനസ്സിൽ കടന്നു കൂടിയിരിക്കുന്നത്, നിൻ്റെ നിലയും വിലയൊക്കെ നീ മറന്നുപോയോ, ഇങ്ങനെ ഒരു കുട്ടിയാണ് നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. ദേഷ്യത്തിൽ സംസാരിക്കുക. ഇത് കേട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ചിട്ട് ഈ മാറ്റേഴ്സ് ആദ്യം നിങ്ങളുടെ അനിയനാണ് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചത്, അതുമല്ലാതെ എൻ്റെ ചേച്ചി കുറ്റം ചെയ്ത പോലെ എൻ്റെ ചേച്ചീനെയാണോ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്, എൻ്റെ ചേച്ചി നിങ്ങളുടെ അനിയനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോട്ട് എൻ്റെ ചേച്ചീനെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ടോ ആഗ്രഹമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനെ എൻ്റെ ചേച്ചിക്ക് ഇഷ്ടമല്ല, എൻ്റെ ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയത്തില്ലേ എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പട്ടാളച്ചിട്ടയും പിന്നെ നിങ്ങളുടെ ഈ സ്വഭാവമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എൻ്റെ ചേച്ചീനെ, ഈ പാവം പിടിച്ച എൻ്റെ ചേച്ചീനെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആകാശ് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ജീവിത കാര്യമാണ്, നമ്മൾ തമ്മിൽ അത് പറഞ്ഞു തീർത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ശ്രുതി പറയുന്നുണ്ട്, അത് സാറ് മാത്രം തീരുമാനിച്ച പോരല്ലോ, എൻ്റെ ചേച്ചിയും കൂടെ സമ്മതിക്കണമല്ലോ എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടണ്ട, സാറിനൊരു മറുപടിയില്ല ആവശ്യം, എനിക്ക് ഈ പ്രപ്പോസലിനോട് താല്പര്യമില്ല എന്ന് പറയുക കേട്ടോ. അതിന് കാരണം നിങ്ങളുടെ ചേട്ടൻ അറിയാമായിരിക്കും, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, എൻ്റെ പേര് പ്രീതി എന്നറിയാം, പിന്നെ ശ്രുതിയുടെ ചേച്ചിയാണെന്നും അറിയാം, അതിൽ കൂടുതൽ എന്താ എന്നെക്കുറിച്ച് സാറിന് അറിയാമെന്ന് ചോദിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, കല്യാണത്തിൻ്റെ തലേ ദിവസം കല്യാണം മുടങ്ങിപ്പോയ ഒരു പെണ്ണിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ, അതിന് കാരണക്കാരൻ നിങ്ങളുടെ ചേട്ടൻ തന്നെയാണ്, നിങ്ങളുടെ ചേട്ടൻ അറിയാമായിരിക്കും, സമയം കിട്ടുമ്പോൾ ചേട്ടൻ പറഞ്ഞു തരുമെന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് പ്രീതി പറയുന്നുണ്ട്, സാറിന് ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്നെ ഇനി ശല്യം ചെയ്യല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് പ്രീതി പോവുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആകാശും അശ്വിനും വീട്ടിലെത്തിയിട്ട് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ആകാശ് വീട്ടിലെത്തി എന്ന് പറയുമ്പോഴത്തേനും ആകാശ് അശ്വിനോട് പറയുന്നുണ്ട്, സോറി ചേട്ടാ, ഞാൻ കാരണം മീറ്റിംഗ്. അപ്പോഴത്തേനും അശ്വിൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ ഫോണിലൂടെ സംസാരിച്ചോളാം എന്നൊക്കെ പറയുക കേട്ടോ, നീ പോയി റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറയുക. എന്നിട്ട് അപ്പോഴത്തേനും നമ്മുടെ അഞ്ജലി അവിടെ നിൽപ്പുണ്ട്. അഞ്ജലി ചോദിക്കുന്നുണ്ട്, മീറ്റിങ്ങിന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് തലവേദന, ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോവുക കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ശ്രുതിയുടെ കോള് നമ്മുടെ അഞ്ജലിയുടെ ഫോണിലോട്ട് വരുക. അപ്പോഴത്തേനും ഫോണെടുത്ത് പറയുന്നുണ്ട്, ചേച്ചി മേഡം, എനിക്കിന്ന് വരാൻ പറ്റത്തില്ല, അസൗകര്യക്കുറവുണ്ട് എന്ന് പറയുക. അപ്പോഴത്തേനും അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ സുഖമില്ലെന്ന് ചോദിക്കുമ്പോഴത്തേനും, ഇല്ല, ഞാൻ നാളെ വന്നിട്ട് പറയാമെന്ന് പറയുക. അപ്പോഴത്തേനും അഞ്ജലി പറയുന്നുണ്ട്, നാളെ എന്തായാലും വരണമെന്നൊക്കെ പറയുക ശ്രുതിയോട്. എന്നിട്ട് നമ്മുടെ അശ്വിനും അകത്തോട്ട് പോവുക കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രീതിയോട് നമ്മുടെ ശ്രുതി ഇങ്ങനെ അടുത്ത് വരുമ്പോഴത്തേനും പറയുന്നുണ്ട്, എനിക്ക് വിഷമമൊന്നുമില്ല, നീ എന്നോട് ഒന്ന് ചോദിക്കുകയൊന്നും വേണ്ട, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് പോവുക കേട്ടോ. അപ്പം ഇനി ശ്രുതി വിചാരിക്കുന്നുണ്ട്, ഈ ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റണില്ലല്ലോ, ഇനിയിപ്പോൾ ചേച്ചിക്ക് ആ സാറിനോട് ഇഷ്ടം എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തുണ്ടെങ്കിൽ
എന്നോട് പറയാമല്ലോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആകാശിൻ്റെ അടുത്തേക്ക് അശ്വിൻ പോയിട്ട് പറയുന്നുണ്ട്, എന്തായാലും പ്രീതിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല, നിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തല്ലോ എന്ന് പറയുക. അപ്പോഴത്തേനും ആകാശ് പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, പ്രീതിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ ഇതിന് മുന്നേയും പ്രീതിയോട് ഇത് സംസാരിച്ചിട്ടുള്ളത്, അപ്പോൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടെന്നറിയാം. പക്ഷേ ഇഷ്ടമില്ലാത്ത പറയുന്നതിൻ്റെ കാരണം ഈ വീട്ടിലുള്ളവരെ പേടിച്ചിട്ടാണ്. ഒന്നാമത്തത് എൻ്റെ അമ്മ കാരണമാണ് പ്രീതി അങ്ങനെ പറയാത്തത് എന്നൊക്കെ പറയുക. അപ്പോഴത്തേനും അശ്വിൻ പറയുന്നുണ്ട്, നിനക്ക് എന്തുറപ്പുണ്ട്, നിന്നോട് ഇഷ്ടമുണ്ടെന്ന് എന്ത് ഉറപ്പുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അത് സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും പറയുന്നുണ്ട്, അശ്വിൻ ചോദിക്കുന്നുണ്ട്, ഇനി നീ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്കൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് പ്രീതി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, എനിക്ക് അത്രയ്ക്ക് എനിക്ക് പ്രീതി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അശ്വിൻ പറയുന്നുണ്ട്, അപ്പോൾ നീ ഇനിയും പ്രീതിയെ മറക്കത്തില്ല ഉറപ്പാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും അശ്വിൻ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ഈ ഡീല് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. അപ്പോഴത്തേന് ആകാശ് ചോദിക്കുന്ന, ഡീലോ, എന്ത് ഡീലെന്ന് നോക്കുമ്പോഴത്തേനും ഒന്നും പറയാണ്ട് അശ്വിൻ പോകുന്ന സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ഞാനാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് സംസാരിക്കണം എന്ന് പറയാം. അപ്പോഴത്തേനും എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, അരമണിക്കൂറിനുള്ളിൽ നമ്മൾ നേരത്തെ വന്ന് കഫേയിൽ വരണമെന്ന് പറയാം. അപ്പോഴത്തേനും എനിക്കൊന്നും പറയാനില്ലെന്ന് പറയുമ്പോഴത്തേനും ഫോൺ കട്ട് ചെയ്യുക കേട്ടോ, അശ്വിൻ കട്ട് ചെയ്യുക. അപ്പോഴത്തേനും ശ്രുതി പറയുന്നുണ്ട്, അയാൾ വിളിക്കുന്നിടത്ത് ഞാൻ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പ്രീതി റൂമിലോട്ട് പോവുക. പോകുമ്പോഴത്തേനും പ്രീതി അവിടെ നിന്ന് ഷോളിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയുന്നുണ്ട്, സാറിനോട് ക്ഷമിക്കണം, സാറിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഒത്തിരി ഇഷ്ടമാണ്, ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ സാറിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല, എന്നെ കല്യാണം കഴിച്ചാൽ സാറ് ഒരുപാട് വേദനിക്കേണ്ടി വരും, ഒരുപാട് ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും, അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് കരയുവാട്ടെ. ഇത് കണ്ട് ശ്രുതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ശ്രുതി മനസ്സിലായി പ്രീതിക്ക് ആകാശിനെ ഒത്തിരി ഇഷ്ടമാണെന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചിരിച്ചിട്ട് പോവുക. എന്നിട്ട് നമ്മുടെ അശ്വിൻ്റെ ഫോണിലോട്ട് ശ്രുതി വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ ഞാനിപ്പോൾ തന്നെ വരാം, എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുക. പെട്ടെന്ന് അശ്വിൻ വിചാരിക്കുന്നുണ്ട്, വരുന്നില്ല എന്ന് താല്പര്യമില്ല എന്ന് പറഞ്ഞതല്ലേ, പെട്ടെന്ന് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞപ്പം അശ്വിൻ ഇങ്ങനെ വിചാരിക്കുക, എന്തായിരിക്കും എന്ന് വിചാരിക്കുക. ഞാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കോഫി ഷോപ്പിലിരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിത് ഈ ഡീൽ ഉറപ്പിക്കാമെന്ന് പറയാം. അപ്പം ശ്രുതി ചോദിക്കുക, ഡീലോ, എന്ത് ഡീല്? അപ്പോഴത്തേനും അല്ല, രണ്ടുപേരും തമ്മിലുള്ള കല്യാണമെന്ന് പറയാം. അപ്പോഴത്തേനും സാർ ഈ കല്യാണത്തിന് ഡീലാക്കിയാണ് ബിസിനസ് ആയിട്ടാണോ കണ്ടിരിക്കുന്നത്, രണ്ടുപേരും ജീവിത കാര്യമില്ലേ, ഒരിക്കലും ബിസിനസ്സായിട്ട് താരതമ്യം ചെയ്യില്ലെന്ന് പറയുക. അപ്പോഴത്തേനും പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ചേച്ചി ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് പറയുക. അപ്പോഴത്തേനും അശ്വിൻ പറയുന്നുണ്ട്, അതെന്തുകൊണ്ട്, പ്രീതിക്ക് ഇഷ്ടം, കല്യാണത്തിന് ആകാശിന് ഇഷ്ടമാണെന്നല്ലോ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ട്? അപ്പോഴത്തേനും പറയുന്നുണ്ട്, ഇഷ്ടമാണ്, പക്ഷേ ആ വീട്ടിലോട്ട് കല്യാണം കഴിച്ച് വരാനായിട്ട് ആകാശ് ചേട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും താല്പര്യം കാണത്തില്ല. ആകാശിൻ്റെ അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെ ഈ കല്യാണം നടക്കുമെന്ന് ഉറപ്പില്ല എന്നൊക്കെ കല്യാണം പൂർണ്ണ സമ്മതത്തോടെ നടക്കുമെന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പോഴത്തേനും അശ്വിൻ പറയുന്നുണ്ട്, എന്തായാലും ഈ കല്യാണം നടക്കണം, എൻ്റെ അനിയൻ്റെ ആഗ്രഹം പോലെ അവന് ഇഷ്ടപ്പെട്ടതുപോലെ ഈ കല്യാണം നടക്കണം, അത്ര മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ എങ്ങനെയെങ്കിലും കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാമെന്ന് പറയാം. അപ്പോഴത്തേനും പറയുന്നുണ്ട്, അശ്വിൻ പറയുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് കുറച്ച് വളഞ്ഞ വഴിയാണെന്ന് പറയാം. അപ്പോഴത്തേനും അശ്വിൻ പറയുന്നുണ്ട്, നിൻ്റെ ബുദ്ധിയിൽ വളഞ്ഞ വഴിയിൽ വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ആ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട്
ഇങ്ങനെ കാര്യം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്. അപ്പത്തേനും അശ്വിൻ പറയുന്നുണ്ട് ഇതൊരിക്കലും വർക്കാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പത്തേനും എനിക്ക് വിശ്വാസമുണ്ട് ഇത് നടക്കുമെന്ന്. എൻ്റെ ചേച്ചിയുടെ മനസ്സ് എനിക്കറിയാം, ഇതെന്തായാലും ഇത് നടക്കും. സാർ ഇനി നമ്മളെ ഇടയിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഈ ഒരു കാര്യത്തിൽ സാർ അത് അങ്ങനെ വിചാരിക്കല്ലേ. നമ്മൾ രണ്ടും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഈ കല്യാണം നടക്കുകയുള്ളൂ എന്ന് പറയുക. അപ്പത്തേനും ശരിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ശ്രുതിയുടെ വീടെത്തിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും വീട്ടിൻ്റെ പുറത്തിങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതി, ചേച്ചി ചിലപ്പം കാണുമെന്ന് പറയും. അപ്പത്തേനും നമ്മൾ തമ്മിൽ കണ്ട ചേച്ചിക്ക് മനസ്സിലാവും എന്തോ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമായിരിക്കുമെന്ന് ചേച്ചിക്ക് മനസ്സിലാവും. അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേനും അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് സീറ്റിൻ്റെ ബേക്കിൽ പോയിരുന്നിട്ട് പറയുന്നുണ്ട് അത് ചേച്ചി അവിടെ പുറത്ത് നിൽപ്പുണ്ടോയെന്നൊന്നും തോന്നുന്നുണ്ടോ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രീതിയാണെങ്കിൽ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും.